നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ റെക്കോർഡിംഗ് ഇടാനുള്ള കാരണം, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു അമ്മ എൻ്റെ അടുത്ത് ഇന്ന് രാവിലെ വിളിച്ചിട്ട്, ഞാൻ ഏകാദശിയെക്കുറിച്ച് അധികമൊന്നും പറയാറില്ല, ഏകാദശി വ്രതത്തിൻ്റെ 2 പ്രഭാഷണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയെക്കുറിച്ച്, 2 രുക്മാംഗചരിതം, അതേപോലെ അംബരീഷചരിതം. ഇത് 3 ഏകാദശിയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകാദശികളെക്കുറിച്ച്, അനവധി ഏകാദശികളുണ്ട്, ആ ഏകാദശികളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ചിട്ടയെക്കുറിച്ചൊന്നും പറയാറില്ല. ശരത്ത് അതൊന്ന് പറയണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ അമ്മയുടെ ഒരാവശ്യം സാധിപ്പിച്ചു കൊടുക്കാനാണ് എനിക്കറിയുന്നത് പോലെ പറയാമെന്ന് വെച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിസ്തരിച്ചിട്ട് ഇപ്പോൾ ഏകാദശിയുടെ ചിട്ടവട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഏകാദശി എങ്ങനെ നോൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് അനവധി കൺഫ്യൂഷൻസും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. കാരണം പണ്ട് കേരളത്തിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് സമാധാനമായിട്ട് എല്ലാവരും ഏകാദശി നോറ്റ് പോന്നിരുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വളർന്നപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണ പുതിയൊരു വേറിട്ടൊരു തരം ഭക്തിയാണ് ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് നമ്മുടെ അവിടെ പ്രചരിച്ചിരുന്ന രീതി പൂർണ്ണമായിട്ടും ശരിയാണ് എന്നും പറയാൻ പറ്റില്ല. ഏതൊക്കെയോ കാലത്ത് അനവധി കലർപ്പുകളുണ്ടായി പോയിട്ടുള്ളത് തന്നെയാണ് ശരിക്കും കേരളത്തിലെയും ഏകാദശിയുടെ പാരമ്പര്യ ആചരണത്തിൽ കാണുന്നത്. പല രീതികളിൽ നോക്കിക്കഴിഞ്ഞാലും അതിൽ അനവധി കലർപ്പുകൾ കാണാൻ പറ്റും, പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് ഞാൻ മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും പറയാം. പല തരം ഏകാദശികൾ എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ സാധാരണയായിട്ട് 24 ഏകാദശികളാണ് വരിക. പക്ഷേ 32 വർഷമാകുമ്പോൾ, അതായത് 32 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു മാസം അധികം വരും, അതിമാസം വരും. അപ്പോൾ അതിൽ 2 ഏകാദശികൾ വരും. അങ്ങനെ വരണതടക്കം 26 ഏകാദശികളാണ് ശരിക്ക് ഉള്ളത്. അതിൽ ഓരോ ഏകാദശി നോറ്റാൽ എന്തൊക്കെ ഫലം കിട്ടുമെന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകാദശിയുടെ മഹാത്മ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ഏകാദശിയെ ഞാൻ വിസ്തരിച്ചിട്ട് 2021 ഏകാദശിക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ രുക്മാംഗചരിതം, ബൃഹന്നാരദീയ പുരാണത്തിൽ വരണ രുക്മാംഗചരിതം ഏകാദശി മഹാത്മ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ദ്വാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം കാണിക്കണ ഭാഗവതത്തിലെ 9ാം സ്കന്ധം, 9ാമത്തെ സ്കന്ധത്തിൽ അംബരീഷചരിതവും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 26 ഏകാദശികൾ ടോട്ടലായിട്ട് വരുന്നതിൽ 17ാമത്തെ ഏകാദശിയാണ് ഈ കാമിക ഏകാദശി എന്ന് പറയും. ഈ കാമിക ഏകാദശി ഇത്തവണ വരണത് മറ്റന്നാളാണ്, അതായത് ബുധനാഴ്ച, ജൂലൈ 31, 2024 അന്നേ ഇത് നാളെ ജൂലൈ 30, 2024 വൈകിട്ട് 4:44 ഏകാദശിയുടെ തിഥി തുടങ്ങുന്നത്. അത് ജൂലൈ 31, 2024 ജൂലൈ 31, അതായത് ബുധനാഴ്ച ഏകാദശി ദിവസം ഉച്ചയ്ക്ക് 3:55 ഏകാദശി തിഥി അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ പാരണ സമയം വരുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി രാവിലെ 6:12 8:43 ഇടയ്ക്കാണ് വരുന്നത്. ദ്വാദശി അവസാനിക്കുന്നത് ഓഗസ്റ്റ് 1-ന് 3:28 മണിക്കും ഉച്ചയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കണക്ക്. അപ്പോൾ പലതരം ഏകാദശികളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 17ാമത്തെ ഏകാദശിയാണ് കാമിക ഏകാദശി. ശ്രാവണ മാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ, അത് നമ്മുടെ കർക്കിടകം ചിങ്ങമാസങ്ങളിലായിട്ട് വരുന്ന ആ കാലത്താണ് ഈ കാമിക ഏകാദശി വരിക. ഭവിഷ്യോത്തര പുരാണത്തിലാണ് ഈ ഏകാദശിയുടെ മാഹാത്മ്യം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭവിഷ്യോത്തര പുരാണം റെഫർ ചെയ്താൽ കൂടുതൽ കിട്ടും. ഓരോ ഏകാദശികളുടെയും പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭവിഷ്യോത്തരമാണ് ഏറ്റവും നല്ല റെഫറൻസ്. ഈ ദിവസം
ഭഗവാനെ ഗുരുവായൂരപ്പനെ തുളസീതളം കൊണ്ട് പൂജിക്കണവനെ ഒരു ദോഷവും, അവനൊരു കർമ്മദോഷമോ ഒരു ദുഷ്ചിന്തയോ ഒരു ദുർവാസനയോ ഒന്നും ഉണ്ടാവില്ല. ഇനി മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചും പോവും ഈ വ്രതാനുഷ്ഠാനം കൊണ്ടെന്നാണ് സങ്കല്പം. അതായത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പൂർവ്വത്തിലും ഈ ജന്മത്തിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമുക്കൊന്ന് മായ്ച്ചു കളയാനുള്ള ഒരു ഒന്നാന്തര അവസരമാണ് കാമിക ഏകാദശി. ശരിക്കു പറഞ്ഞാൽ മോക്ഷത്തിനുള്ള ഒരു കവാടം തുറക്കുന്ന ഏകാദശി തന്നെയാണ് കാമിക ഏകാദശി. ചില ആചാര്യന്മാർ പറയാറുണ്ട്, നമ്മൾ മോഡേൺ കാലത്ത് അവരത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, നമ്മളിപ്പോൾ ഫോണൊക്കെ കേട് വന്നിട്ട് അല്ലെങ്കിൽ ഫോണിലൊക്കെ ഒരുപാട് ഡാറ്റയായി ചപ്പും ചവറും ഒക്കെ അടിഞ്ഞുകൂടി ഫോണ് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അവസാനം ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന എന്ത് കണ്ടീഷനിലായിരുന്നോ അതുമാതിരി റീസെറ്റ് ചെയ്യും. ഒരു റീസെറ്റ് ബട്ടൺ, ഒരു റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോൺ റീസെറ്റ് ചെയ്യും. അതേമാതിരി കമ്പ്യൂട്ടറൊക്കെ അങ്ങനെയാണ്. നമ്മളതിൽ പല ചപ്പും അടിച്ചു കൂട്ടി. അതേമാതിരി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജന്മജന്മങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള ആ പാപത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ കർമ്മദോഷത്തിൻ്റേതായിട്ടുള്ള ചപ്പും ചവറും ഒക്കെ ഒരു ബട്ടൺ കൊണ്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനൊരു ബട്ടണാണ് കാമിക ഏകാദശി. ഭഗവാനുമായിട്ടൊരു ബന്ധം, നമുക്ക് ആഴത്തിലുള്ളൊരു ബന്ധം ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിനും മനസ്സിലേക്ക് ഒരു നിത്യമായിട്ടുള്ള നമ്മുടെ മനസ്സടങ്ങി യഥാർത്ഥ ശാന്തി ഉണ്ടാവുക എന്ന് പറയാം. അതിനൊക്കെ കാമിക ഏകാദശിയെ അർത്ഥമറിഞ്ഞ് ആചരിക്കുന്നത് വളരെ ഉചിതമാണ്. കാമിക ഏകാദശിയുടെ മഹാത്മ്യം പറയാറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാരതത്തിൽ എത്രയൊക്കെ പുണ്യതീർത്ഥങ്ങളുണ്ടോ ആ പുണ്യതീർത്ഥങ്ങളിലൊക്കെ ഏറ്റവും പുണ്യമായിട്ടുള്ള ദിവസങ്ങളിൽ സ്നാനം ചെയ്യുന്നത് കൊണ്ട് എന്തുമാത്രം പുണ്യമുണ്ടോ ആ പുണ്യത്തെക്കാളൊക്കെ വലിയ പുണ്യമാണ് അത്ര കാമിക ഏകാദശി ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നോറ്റു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ഭൂമണ്ഡലത്തിൽ എന്തൊക്കെ പുണ്യക്ഷേത്രങ്ങളുണ്ടോ, ഇപ്പോൾ നമുക്ക് ഭാരതത്തിൽ തന്നെ അനവധിയുണ്ട്. ഭാരതത്തിലാണ് കൂടുതലും അല്ലേ. കാശിയാണെങ്കിലും രാമേശ്വരമാണെങ്കിലും ഹരിദ്വാറാണെങ്കിലും ബദ്രിനാഥാണെങ്കിലും കേദാരനാഥാണെങ്കിലും ദ്വാരകയാണെങ്കിലും വൃന്ദാവനാണെങ്കിലും തിരുപ്പതി ആണെങ്കിലും പുരിയാണെങ്കിലും ഗുരുവായൂർ ആണെങ്കിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണെങ്കിലും അങ്ങനെ എത്രയോ അല്ലേ, ചിദംബരം അല്ലെങ്കിൽ മൂകാംബിക, എത്രയോ മഹാക്ഷേത്രങ്ങൾ, കോലാപൂർ, അങ്ങനെയൊക്കെ എത്രയോ മഹാതീർത്ഥ സ്ഥലങ്ങളുണ്ട്, മഹാക്ഷേത്രങ്ങൾ, കാമാഖ്യ. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതിൻ്റെ പുണ്യം കാമിക ഏകാദശി നോൽക്കുന്നവന് കിട്ടുന്നതാണ്. കാമിക ഏകാദശി ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസം എടുക്കുന്നവൻ മഹാവിഷ്ണുവിനെക്കുറിച്ച് എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ, ഗുരുവായൂരപ്പനെക്കുറിച്ച് എന്തൊക്കെ സ്തോത്രങ്ങളും ഗീതങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടോ അതൊക്കെ ജപിക്കണേനെക്കാട്ടിലും ശക്തി ലഭിക്കുന്നതാണ്. കാമിക ഏകാദശി കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് നമ്മൾ പറയണത് വൈകുണ്ഠപ്രാപ്തി തന്നെയാണ്. അതായത് വിഷ്ണുലോകം പോവുക. ഈ വൈകുണ്ഠപ്രാപ്തി എന്ന് ഞാൻ മുമ്പും ഭാഗവതം പറയുമ്പോഴും പലതവണ പറഞ്ഞിട്ട്, അത് മരിച്ച് ശരീരം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതല്ല. വിഗുണ്ഠത എന്ന് പറഞ്ഞാൽ, കുണ്ഠത എന്ന് പറഞ്ഞാൽ സംശയം, ഞാനല്ലാണ്ട് വേറൊന്നും ഈ ലോകത്തുണ്ടെന്ന് ചിന്തിക്കുന്ന അദ്വൈതഭാവമാണ് കുണ്ഠത, സംശയം. അപ്പോഴേ സംശയം ഉണ്ടാവുള്ളൂ. നമ്മളല്ലാത്ത വേറൊന്നും ഈ ലോകത്തുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴേ നമുക്ക് സംശയമുള്ളൂ. പക്ഷേ നമ്മളും കാണാനായിട്ടുള്ള സകലത ഗുരുവായൂരപ്പനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സംശയവുമില്ല. അത് തന്നെയാണ് വൈകുണ്ഠം. സംശയമില്ലാത്ത അവസ്ഥയാണ് വിഗുണ്ഠത, സംശയമില്ലാത്ത അവസ്ഥ. അതാണ് അതുള്ള സ്ഥലം അല്ലെങ്കിൽ അതുള്ള അവസ്ഥ വൈകുണ്ഠം. ആ പ്രാപ്തി നമുക്ക് കിട്ടുന്നതാണ്. യമന് പോലും കാമിക ഏകാദശി നോറ്റവൻ്റെ ഭക്തിയെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് സങ്കല്പം. ഇപ്പോൾ ഒരാൾ ഒരു മഹാപാപം ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അയാളത് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കേണ്ടതെന്ന് വിചാരിക്കുക. ആ പശ്ചാത്താപം പൂർണ്ണമായി ആ കർമ്മദോഷം കഴുകിക്കളയാൻ പശ്ചാത്തപിക്കുന്നവനെ ഒരു പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ.
അല്ലാണ്ട് ചെയ്തു പോയ തെറ്റിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു പരിഹാരം ചെയ്തിട്ടും ഒരാളും രക്ഷപ്പെട്ട ചരിത്രം മനുഷ്യ ചരിത്രത്തിലില്ല. എന്നാൽ ആത്മാർത്ഥമായിട്ട് ചെയ്ത തെറ്റിന് പശ്ചാത്തപിക്കും, തന്നെ കൊണ്ടാവുന്ന പോലെ അത് റെക്ടിഫൈ ചെയ്യുക, അതിന് പരിഹാരം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരുത്തനെ അവന് ഒരു ദൈവീക പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷയുണ്ട്. അതിന് ഏറ്റവും ഉത്തമമാണ് കാമിക ഏകാദശി. പുരാണങ്ങൾ പറയണത് ഒരു നിരപരാധിയെ കൊന്നാലോ ഒരു ബ്രഹ്മജ്ഞാനിയെ വധിച്ചാലോ അല്ലെങ്കിൽ ഒരു ഭക്തനെ കൊന്നാലോ അല്ലെങ്കിൽ ഒരു സാധ്വിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള ഒരു സ്ത്രീയെ നശിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്താലോ അതും അല്ലെങ്കിൽ ഒരു ഗർഭിണിയെ വധിച്ചാലോ ഇങ്ങനെയൊക്കെയുള്ള പാതകങ്ങൾ ചെയ്തിട്ടുള്ള പരമദ്രോഹികൾ പോലും അവരാ ചെയ്തതിൽ യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപത്തോട് കൂടിയിട്ട് ഈ വ്രതം നോറ്റു കഴിഞ്ഞാൽ അവർക്കതിന് രക്ഷപ്പെടാൻ പറ്റുന്ന എന്ന് വെച്ചിട്ട് എന്ത് വൃത്തികേടും കാണിച്ചിട്ട് ഏകാദശി നോറ്റുകൊണ്ട് രക്ഷപ്പെടുന്നു വിചാരിക്കരുത്. മനഃപൂർവ്വം പാപം ചെയ്യുകയും എന്നിട്ട് അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് സ്തോത്രജപം ചെയ്യലും വ്രതം നോൽക്കലോ ഒന്നും ചെയ്തിട്ടോ ക്ഷേത്ര ദർശനം നടത്തിയിട്ടോ തീർത്ഥസ്നാനം ചെയ്തിട്ടോ കാര്യമില്ല. വാസ്തവത്തിൽ ഞാൻ മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, കാശിയിൽ ഗംഗ, ആ ഗംഗയിൽ പോയിട്ട് നമ്മൾ സ്നാനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളെ മുഴുവൻ ഗംഗ വലിച്ചെടുക്കണമെന്നാണ് പറയുക. അത് യഥാർത്ഥ പ്രായച്ചിത്തം, യഥാർത്ഥ പശ്ചാത്താപമുള്ള ഒരുത്തന് മാത്രമാണ് അത് കിട്ടുന്നത്, അല്ലാത്തവർക്കത് കിട്ടുന്നില്ല. കാമികേകാദശിയെക്കുറിച്ച് കേൾക്കുന്നത് പോലും ഗംഗയിൽ സ്നാനം ചെയ്യണതിന് തുല്യമാണെന്നാണ്. പാപങ്ങൾ പോകും. ഈ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഈ ശ്രാവണ മാസത്തിലെ കർത്തവർഷത്തിലെ കൃഷ്ണവർഷത്തിലെ ഏകാദശിയെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഈ വിധം മഹാപാപങ്ങളെക്കുറിച്ചുള്ള ഒരു വർണ്ണനയും അത് മറികടക്കാൻ അല്ലെങ്കിൽ ആ പാപങ്ങളെ അലിയിപ്പിച്ച് കളയാനുള്ള മാർഗമായിട്ട് കാമികേകാദശി പറയണം. കാമികേകാദശി ദിവസം ഗുരുവായൂരപ്പൻ്റെ ശ്രീധരൻ എന്ന് പറയുന്ന ഭാവത്തിനെയാണ് ആരാധിക്കേണ്ടത്. ശ്രീധരൻ വെച്ചാൽ മഹാലക്ഷ്മിയെ ധരിച്ചവൻ. ശ്രീധരൻ എന്ന നാമത്തിലുള്ള ഭഗവാന്റെ സ്വരൂപമാണ് അന്നേ ദിവസം നമ്മൾ ആരാധിക്കേണ്ടത്. കാഴ്ചയ്ക്ക് ശംഖുചക്ര കഥാപത്മങ്ങളോടൊക്കെ കൂടി തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ അതേ രൂപം തന്നെയാണ്. പക്ഷേ ശ്രീധരൻ എന്ന നാമത്തിനും ഭാവത്തിനുമാണ് പ്രാധാന്യം. ഒരാളുടെ ഭാവം, നാമം, ഇത് രണ്ടും പ്രധാനമാണ് ആ വ്യക്തിയെ നമ്മൾ വിളിക്കുമ്പോൾ. അതേപോലെ ഭഗവാന്റെ കാര്യത്തിൽ ഏകാദശി ദിവസം എന്തൊക്കെ ചെയ്യാം, പ്രത്യേകിച്ച് കാമിക ഏകാദശി ദിവസം എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് ജനറലി എല്ലാ ഏകാദശികൾക്കും ചെയ്യാവുന്നത് തന്നെയാണ്. എന്നാലും ഇതിനായിട്ട് സ്പെസിഫിക്കായിട്ടൊന്ന് പറയാം. അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകമായിട്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരശുദ്ധി വരുത്താതെ ഏകാദശി നോൽക്കരുത്. താൻ ആവുന്നത്ര ഉപവസിച്ചിരിക്കും, സത്യസന്ധതയോടുകൂടിയും ദൃഢനിശ്ചയത്തോടു കൂടി ഇരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് വേണം ഏകാദശി നോൽക്കാൻ ഇറങ്ങാൻ. ഒരു ഫാഷന് വേണ്ടിയിട്ട് എല്ലാവരും കാണിക്കാനും വേണ്ടിയിട്ട് ചെയ്യരുത്. 2 തരത്തിലുള്ള ഉപവാസമാണ് വേണ്ടത്. ഒന്ന്, ശരീരത്തിലേക്ക് നമ്മൾ ചെലുത്തുന്ന ഭക്ഷണം പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. അത് സാധിച്ചില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമെന്ന് വഴിയെ പറയാം. രണ്ടാമത്തത്, മനസ്സിലേക്കുള്ള ഭക്ഷണം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മനസ്സിലേക്കുള്ള ഭക്ഷണം എന്താ? കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മൂക്കുകൊണ്ട് മണക്കുന്നത്, തൊലി കൊണ്ട് തൊടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഫോൺ നോട്ടമാണ്. ഏകാദശി ദിവസം ഫോണ് എടുത്ത് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടി വയ്ക്കുക, നിങ്ങൾ ഏകാദശി വൃത്തിയായിട്ട് നോൽക്കുന്നുണ്ടെങ്കിൽ. ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ കോൾസ് കാര്യങ്ങളൊക്കെ എടുക്കാം. സോഷ്യൽ മീഡിയ ഒന്നും നോക്കാതിരിക്കുക. അറിയാതെ പോലും നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്ന് ഒരു തരത്തിലും വിടാതിരിക്കുക. ഞാൻ ഭഗവാന്റെ കഥകളാണ് ഫേസ്ബുക്കിൽ വായിക്കണത്, യൂട്യൂബിൽ പ്രഭാഷണം കേൾക്കണത്, അതൊന്നും അതിനുള്ള സമാധാനമല്ല. അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിൽ എത്രത്തോളം കുറച്ച് ചിന്തകളെ കുത്തിക്കയറ്റാൻ പറ്റുമോ അത്രയും മനസ്സിനും വിശ്രമം കൊടുക്കണം. വയറിന് മാത്രമല്ല, മനസ്സിനും വിശ്രമം കൊടുക്കണം. മനസ്സിനെ എത്രത്തോളം ഭഗവാനിൽ മാത്രം നമ്മുടെ ജപം കൊണ്ടും ധ്യാനം കൊണ്ടും നിർത്താൻ പറ്റുമോ അത് ചെയ്യണം. ഇനിയിപ്പോൾ വളരെ ജോലി ഭാരമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനെയൊക്കെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ടും ആ ജോലി ചെയ്യെ തന്നെ ജപിച്ചുകൊണ്ടും ഒക്കെ ചെയ്യാം. ജപം വളരെ പ്രധാനമാണ്, ഒരു സംശയമില്ല അതിൽ.
മാസികകൾ വായിക്കുക, മറ്റ് എന്താ പറയുക, ഈ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി സോഷ്യൽ മീഡിയ നോക്കുക. ഞാൻ നോക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിനെക്കുറിച്ചുള്ള സൈറ്റാണ് നോക്കണത്, അല്ലെങ്കിൽ പേജാണ് നോക്കണത്. അതൊന്നും അതിൽ ന്യായമല്ല. അന്നേ ദിവസം ഭഗവാന്റെ സ്തോത്രങ്ങൾ, നാരായണീയം, ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം, ഇതൊക്കെയാണ് പാരായണം ചെയ്യേണ്ടത്. പിന്നെ ശ്രീധരൻ എന്ന രൂപത്തിൽ ഗുരുവായൂരപ്പനെ ആവുന്നത്ര ഭക്തിയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് പൂജിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ ഭഗവാന്റെ ചിത്രത്തിൻ്റെ താഴെ 2 പൂക്കളോ ഒരല്പം വെണ്ണയോ ചെറിയൊരു പായസമോ അല്ലെങ്കിൽ എന്താ പറയുക 2 പഴമോ ഒരു ശർക്കരയും അല്ലെങ്കിൽ ഒരു പിടി അവിലോ എന്താ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക വെച്ചാൽ അദ്ദേഹത്തിന് സമർപ്പിക്കുക. അത് ഭഗവാന് ഒരു നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക, വളരെ വിശേഷമാണ്. നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക. ഭഗവാൻ തന്നെയാണ് ഞാനും ഈ കാണായ സകല പ്രപഞ്ചവും എന്നുള്ള ബോധത്തെ ഊട്ടി ഉറപ്പിക്കുക. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് മന്ത്രങ്ങളും സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക, ഭജനകൾ പാടുക. സാധിക്കുമെങ്കിൽ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാനെ തൊഴുക. വിഷ്ണുവോ കൃഷ്ണനോ എന്ത് രൂപത്തിലാണ് ഭഗവാൻ ഇരിക്കണമെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തൊഴുക. കഴിയുമെങ്കിൽ മാത്രം. ശരിക്ക് ഏകാദശിക്ക് ഇത് നിർബന്ധമായിരുന്നു ഒരു കാലത്ത്. ഇന്ന് അത് നമ്മളുടനെ നമുക്ക് അത്രയൊക്കെ പറ്റുന്ന പോലെ ഏകാദശി നോൽക്കുക എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയാറ്. അപ്പോൾ എന്നാലും ഇതിൻ്റെ പൂർണ്ണരൂപം പറയാൻ ബാധ്യസ്ഥനാണ് ഞാൻ. എന്താണ് ഇതിൻ്റെ ഹയ്യസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുള്ളത് പറയാനുള്ള ബാധ്യത നമുക്കുള്ളതുകൊണ്ട് പറയാണ്. ഏകാദശി ദിവസം രാത്രി ഉണർന്നിരിക്കണം, ശിവരാത്രി പോലെ എന്നാണ്. അതും പൂർണ്ണ ബോധത്തോടു കൂടിയിട്ട്. ആ സമയത്ത് സ്തോത്രങ്ങളോ വല്ലതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലെയറിലോ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടോ വേണമെങ്കിൽ കേൾക്കാം. ആ രാത്രി നേരത്ത് രാത്രി ഉറങ്ങിയാൽ ഏകാദശി മുറിഞ്ഞു എന്നാണ് ശാസ്ത്രത്തിൻ്റെ നിഷ്കർഷ അത് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞു എന്ന് മാത്രം. എനിക്കറിയാം ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേര് അയ്യോ ഞങ്ങൾ രാത്രി എങ്ങനെ ഉറങ്ങാതിരിക്കുന്നൊക്കെ അതൊക്കെ ശരി, അതൊക്കെ നമ്മളതിൽ വെള്ളം കലക്കുന്നതാണ്. പിന്നീട് എന്താണ് അതിൻ്റെ യഥാർത്ഥ രൂപം എന്നുള്ളതാണ് പറഞ്ഞത്. നമ്മളിന്ന് പലരും നമുക്ക് സാമാന്യേന ഒരു 5 മിനിറ്റ് ഇരുന്ന് മര്യാദയ്ക്ക് ഭഗവാന്റെ നാമം പോലും ശ്രദ്ധയോടെ ജപിക്കാൻ പറ്റുന്നില്ല. നമുക്ക് തന്നെ നമ്മളെ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ എത്രമാത്രം ശ്രദ്ധ കുറവോടെയാണ് നാമം ചൊല്ലണത്. അതിൽ പോലും ഒരു വൈദഗ്ധ്യം ഉണ്ടാക്കിയെടുക്കാതെയാണ് നമ്മൾ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളും, പല ചടങ്ങുകളും ചിട്ടകളും വ്രതങ്ങളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തലമുറകളായിട്ട് പറ്റിപ്പോയിട്ടുള്ള കലർപ്പുകളാണ് ഇതൊക്കെ. പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്രയും മഹത്തായിട്ടുള്ളൊരു വ്രതത്തിനെക്കുറിച്ച് പറയുമ്പോൾ, ആ വ്രതത്തിനോടുള്ള പരിപൂർണ ബഹുമാനത്തോട് കൂടിയിട്ട് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് പറഞ്ഞേ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കാമികേകാദശി വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാനദിയിൽ കുളിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ എന്തൊക്കെ പുണ്യനദികൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിലൊക്കെ കുളിക്കണതിന് തുല്യമാണ്. കാശിയിൽ ചെല്ലുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അനവധി യജ്ഞങ്ങൾ കഴിപ്പിക്കുന്നതിന് തുല്യമാണ്. മഹാലക്ഷ്മി സമേതനായിട്ടുള്ള നാരായണനെ, മഹാവിഷ്ണുവിനെ, ഗുരുവായൂരപ്പനെ ആരാധിക്കാൻ, ശ്രീധരൻ എന്നുള്ള രൂപത്തിൽ ആരാധിക്കാൻ ഏറ്റവും വിശേഷമായിട്ടുള്ളൊരു ദിവസമാണ്. ആ വിധം ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബ്രഹ്മജ്ഞാനമാകണ വൈകുണ്ഠാവസ്ഥ മാത്രമല്ല, മനസ്സിന് ശാന്തി, നല്ല സമൃദ്ധി, കുടുംബത്തിന് സൗഖ്യം, ആരോഗ്യം, ആയുസ്, ആഗ്രഹപൂർത്തീകരണം, ഉദ്ദിഷ്ടകാര്യങ്ങളൊക്കെ നടക്കുക, അതൊക്കെ സാധിക്കും. ഒരു ഭക്തന് ഭഗവാൻ കൽപ്പവൃക്ഷമാണ്. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ കാമികേകാദശിയുടെ നോൽക്കണോണ്ട് പിതൃദോഷങ്ങൾ മാറിക്കിട്ടും. നമ്മളെ കാമികേകാദശി നോറ്റാൽ നമ്മുടെ പൂർവികർക്ക്, പിതൃക്കൾക്ക് അത് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് അവരനുഗ്രഹിക്കും. നമ്മുടെ കർമ്മഫലങ്ങൾ, നമ്മുടെ ദുരിതങ്ങൾ, നമ്മുടെ പാപങ്ങൾ ഇതൊക്കെ അലിഞ്ഞില്ലാതായി പോകും. കാമികേകാദശി ദിവസത്തെ ആ വ്രതം എടുക്കുന്ന ഏതൊരു വ്യക്തിയും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്.
വ്രതം തുടങ്ങണത് അന്ന് പുലർച്ചെയാണ്, രാവിലെയാണ്. സങ്കല്പം എടുക്കണം. ഏത് വ്രതം എടുക്കുമ്പോഴും സങ്കല്പം എടുക്കണം. രാവിലെ കുളിച്ചു വന്നതിന് ശേഷം പൂജാമുറിയിൽ വന്നിട്ട് കയ്യിൽ അല്പം ജലമെടുത്തിട്ട് ഞാൻ ഇന്നത്തെ ദിവസം ഭഗവാന്റെ പ്രീതി, ശ്രീധരൻ എന്നുള്ള രൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായിട്ട് ഞാൻ ഈ വ്രതത്തെ എടുക്കണു എന്ന് പറഞ്ഞിട്ട് ആ ജലത്തെ മുന്നിൽ നിലത്തേക്ക് ഒഴിച്ച്, ഇരുന്നിട്ട് വേണം ചെയ്യാൻ, മുന്നിൽ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചിട്ടായിരിക്കും ഒഴിക്കുക. വലത്തെ കയ്യിൽ ജലം എടുത്തിട്ട് അതിനെ അങ്ങനെ മുന്നോട്ട് വീഴ്ത്തുക. എപ്പോഴും ജലമെടുത്ത് സങ്കല്പം ചെയ്യണം. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ഒരു വീട് വാങ്ങുമ്പോൾ നമ്മൾ ചുമ്മാ പോയിട്ട് വീട് മേടിക്കുകയല്ലല്ലോ. കാശ് കൊടുത്തു, അയാൾ പറഞ്ഞു ഇനി മിൽക്ക് നിങ്ങളുടെ വീടാണ് എന്ന് വിൽക്കണ ആൾ പറയണു എൻ്റെ വീടാണെന്ന് നമ്മളും സമാധാനിച്ച് വീട്ടിലേക്ക് വരുന്നില്ലല്ലോ. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അതിന് റെസീറ്റ് വാങ്ങണു. ആദ്യം അഡ്വാൻസിനാണെങ്കിൽ എഗ്രിമെൻ്റ് എഴുതണു, അതിന് ശേഷം ഫൈനൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കണു. ആ ഫൈനൽ എഗ്രിമെൻ്റ് രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്യണു, വാങ്ങണു. ആ ഫൈനൽ എഗ്രിമെൻ്റ് രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്ന, നമ്മുടെ പേരിലാക്കി വാങ്ങുന്നതിൻ്റെ അത്രയും പ്രാധാന്യമുണ്ട് വ്രതത്തിന് സങ്കല്പം വെക്കണേൽ. ഇതാരും ശ്രദ്ധിക്കാറില്ല. എങ്ങനെയാണെങ്കിലും രാവിലെ കുളിച്ച് വന്ന് പൂജാമുറി കയറി, ഈ പൂജാമുറി ഇല്ലെങ്കിൽ ശുദ്ധമായിട്ടൊരു സ്ഥലത്ത് ജലപാത്രത്തിൽ നിന്ന് വലത്തേക്കൽ ജലം എടുത്തിട്ട് ആ ജലം കൈക്കൊമ്പിളിൽ പിടിച്ചിട്ട് സങ്കല്പം ചെയ്യുക. ഞാൻ ഇന്ന കാര്യത്തിനായിട്ട് ശ്രീധരനാകണ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കണതിനായിട്ട് കാമിക ഏകാദശി വ്രതത്തെ എടുക്കണു, അല്ലെങ്കിൽ മറ്റേതാ ഏകാദശി അതിനനുസരിച്ചിട്ട് അതാത് രൂപം വേണമെങ്കിൽ വിചാരിക്കാം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ മാത്രം വിചാരിച്ചാലും മതി, എല്ലാം ഭഗവാൻ തന്നെ. അതിനുശേഷം ഭഗവാനെ തൻ്റെ ഹൃദയപത്മത്തിലേക്ക് ആവാഹിക്കണം. അന്നത്തെ ദിവസം മുഴുവൻ ഭഗവാൻ അവിടെ തന്നെ ഇരിക്കണം, നമ്മൾ തന്നെയാണ് ഇരിക്കണം, നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈ ശരീരം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും ഭഗവാനെ അവിടെ കാണണം. നെഞ്ചിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ താമരയിൽ ഭഗവാൻ ഇരിക്കണമായിട്ട് കാണണം. ആ ഭഗവാനെ അവിടെ നന്നായിട്ട് സങ്കല്പിക്കുക. ചെയ്യാവുന്ന ഏറ്റവും നല്ല ഏകാദശി ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർജ്ജലമായി ഒന്നും കഴിക്കാതെ ഉപവസിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാണ്ടെയും വെള്ളം കുടിക്കുക. അത് കേൾക്കുമ്പോഴേക്കും തന്നെ ചിലർ അയ്യോ അതൊക്കെ എങ്ങനെയാണ് നടക്കുക എന്ന് ചോദിക്കും. ഞാൻ പറയണത് കുറച്ച് ക്രൂരായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, അതാണ് നിയമം. അത് ചെയ്യാൻ സാധിക്കാത്തവർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ജപിക്കാം, ധാരാളം ജപിക്കാം, ഭഗവാനെ ജപിച്ച് ഉറപ്പിക്കാം. ഒരു യഥാർത്ഥ സാധകന് അവൻ്റെ മനസ്സിൽ ഭഗവാൻ പ്രതിഷ്ഠിതനായി കഴിഞ്ഞാൽ അവന് പിന്നെ ഒരു വ്രതത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അവൻ്റെ ജീവിതം തന്നെ ഭഗവത് വ്രതമായിട്ട് മാറും. എന്നാലും ഇത് കൃത്യമായിട്ട് ആചരിക്കണമെങ്കിൽ നിർജ്ജലമായിട്ട് തന്നെ എടുക്കണം. ഏത് ഏകാദശിക്കും അത് തന്നെയാണ്. എന്നാലും അത് എടുക്കുന്ന ആൾക്കാർ ആഗ്രഹം കൊണ്ട് എടുക്കുമ്പോൾ അതിന് ചില നീക്കുപോക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മുമ്പും പല ഏകാദശി കഥനങ്ങളിലും വ്രതകഥകളൊക്കെ പറയുമ്പോൾ, ശിവരാത്രി വ്രതമൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരീരത്തിനെ ക്ലേശിപ്പിച്ചു ഉപദ്രവിച്ചിട്ട് ഒരു വ്രതം എടുക്കരുത്. അതേപോലെ നമ്മൾ വ്രതം എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, പ്രായമായവർ, കുട്ടികൾ, അവരും നമ്മുടെ ഒപ്പം പട്ടിണി കിടക്കണം, നിങ്ങൾക്കും ഒന്നും ഭക്ഷണം തരില്ല, അല്ലെങ്കിൽ ഞാൻ എന്താ കഴിക്കണം അതേ നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ, ഈ രീതിയിൽ അടിച്ചേൽപ്പിക്കാനും പാടില്ല. ഇത് രണ്ടും കുഴപ്പമാണ്. സാധാരണ നിർജ്ജല ആയിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ജലം മാത്രം കുടിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ദിവസം മുഴുവൻ ജലം മാത്രം കുടിച്ചിട്ട്. ഇനി അതും പറ്റില്ലെങ്കിൽ പാല് മാത്രം കുടിച്ചിട്ട്. പാലും സാധിക്കാത്തവർ പഴങ്ങൾ മാത്രം കഴിച്ചിട്ട്. കഴിവതും അവിടെ നിർത്തിയേക്കണം. അതിൻ്റെ മുകളിലേക്ക് പിന്നെ കഴിക്കണ ലിസ്റ്റ് ഉണ്ടാക്കരുത്. നമ്മളവിടെ അന്നാഹാരം പാടില്ല എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കാൻ പാടില്ല, ബാക്കി എന്തും കഴിക്കാമെന്നാക്കിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയാറുള്ളതാണ്. ഒരു ശാസ്ത്രത്തിലും അത് പറഞ്ഞിട്ടില്ല. അതുമാതിരി പയറുവർഗ്ഗങ്ങൾ കഴിക്കരുത്. ചിലർ ചെറുപയറൊക്കെ പുഴുങ്ങി കഴിക്കണതാണ്, കഴിക്കരുതെന്നാണ്. ഏകാദശി ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കലായിട്ടും ഏകാദശി നോൽക്കാം. അതും പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ഉള്ള വസ്തുക്കളൊന്നും അതിൽ പാടില്ല. മാംസാഹാരം, മത്സ്യം, മുട്ട അതൊന്നും പാടില്ല. മീൻ ഇതൊന്നും പാടില്ല. ഉള്ളി പാടില്ല, വെളുത്തുള്ളിയും പാടില്ല ഏകാദശി ദ്വാദശികൾക്ക്. ശരിക്കും അതൊക്കെ തമോ ഗുണ സ്വഭാവമുള്ള ഭക്ഷണങ്ങളായതുകൊണ്ടാണ് അത് ചെയ്യരുത്. കാരണം നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ
വ്രതമെടുക്കുന്നത് 3 കാര്യങ്ങൾക്കാണ്. ശരീരം, മനസ്സ്, വാക്ക്. ഇത് 3 ശുദ്ധി ഉണ്ടാവാനാണ്. ത്രിവിധ കരണങ്ങളെന്ന് പറയും. മനോവാക്കായങ്ങൾ. ഇത് 3 ശുദ്ധി ഉണ്ടാവാനാണ് വ്രതങ്ങൾ എടുക്കുന്നത്. എന്തിനാ ശുദ്ധി ഉണ്ടാവണം? കൂടുതൽ ഭഗവാനെ ഭജിക്കാൻ. മനുഷ്യൻ്റെ ശരീരത്തിൽ 3 തരത്തിലാണ് ഊർജ്ജം നഷ്ടപ്പെടുന്നത്. 1 വർത്താനം പറഞ്ഞിട്ട് വെറുതെ, 2 ഭക്ഷണം കഴിച്ചിട്ട് ദഹിപ്പിച്ചിട്ട്, 3 കാമം കൊണ്ട്. ഇങ്ങനെ 3 തരത്തിലും നഷ്ടപ്പെടുന്ന ഊർജത്തിനെ ശരീരത്തിൽ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത് ആധ്യാത്മികോർജ്ജമായിട്ട് മാറും. ഇതാണ് എല്ലാ വ്രതങ്ങളുടെയും അടിസ്ഥാനം. നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ദഹിക്കാൻ സാധാരണ വെജിറ്റേറിയൻ ഭക്ഷണത്തിനെക്കാട്ടിലും കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. തമോ ഗുണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾക്കോ രജോ ഗുണ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾക്കോ ഒക്കെ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ബോഡിയുടെ ഊർജത്തിനെ ആവശ്യമാണ് അത് ദഹിപ്പിക്കാൻ. അത് കോംപ്ലക്സ് മോളിക്യൂൾസാണ്. അതുകൊണ്ടാണ് വ്രതാദികളിൽ അത് കഴിക്കരുതെന്ന് പറയുന്നത്. അതല്ലാതെ മറ്റ് ദിവ്യമായിട്ടുള്ള ശുദ്ധാശുദ്ധ കാരണങ്ങളെ കൊണ്ടേയല്ല. അത് വ്യാപകമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. വ്രതത്തിൻ്റെ പർപ്പസ് നടക്കണതിന് ഒരു ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയുണ്ട്. ആ അടിത്തറയുടെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അതേപോലെ ഏകാദശി വ്രതം നോൽക്കുന്ന സമയത്ത് ഏകാദശി ദിവസം പകലോ അന്ന് രാത്രിയോ ഉറങ്ങാൻ പാടില്ല എന്നാണ്. ശരീരത്തിലുള്ള കഫം കുറയും. പകലുറങ്ങിയാൽ കഫം കൂടും. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കഫത്തിൻ്റെ തോത് കുറയും. മന്ദത കുറയും ശരീരത്തിന്. ഭഗവാന്റെ നാമം കയ്യിൽ, മന്ത്രം ഗുരുവിൻ്റേന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ജപിക്കണം. പാരായണങ്ങൾ ചെയ്യണം. ഗ്രന്ഥങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഗീത അല്ലെങ്കിൽ ഭാഗവതം തുടങ്ങിയൊക്കെ. അനാവശ്യമായിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക. അതേപോലെ അവനവനെക്കുറിച്ച് മോശമായിട്ട് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ച് അവനവനെ കുറ്റം ചിന്തിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുക. എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് സ്വയം പഴിക്കുക. മറ്റുള്ളവരിൽ കുറ്റങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെ ഒരേപോലെ കുഴപ്പമാണ്. ഇതൊന്നും പാടില്ല. ഏകാദശി വ്രതത്തിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ കിട്ടില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോഴോ പ്രവർത്തിച്ചാലോ. മദ്യം, അതുമാതിരി ലഹരി മരുന്നുകൾ, വെറ്റില, പുകയില തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ വസ്തുക്കൾ, താമ്പൂലാദികൾ, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, മറ്റെന്തെങ്കിലും നമുക്ക് അഡിക്ഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അത്, ഇതൊന്നും ഏകാദശി ദിവസമോ ദ്വാദശി ദിവസമോ പാടില്ല. കഴിയുന്നത്ര മനസ്സ് ശാന്തമാക്കി വയ്ക്കണം. ദേഷ്യപ്പെടരുത്, ആക്രമണ സ്വഭാവം കാണിക്കരുത്. ഇതൊന്നും പ്രത്യേകിച്ച് ഈ കാമിക ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇതിന്. ഈ സമയത്ത് വളരെ ശാന്തത വയ്ക്കണം. അതേപോലെ ദ്വാദശി ദിവസം കുടുംബത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും നമ്മളെന്താ ഭഗവാന് നേദിച്ചിട്ടുള്ള വെച്ചാൽ ആ നേദ്യത്തിനെ പങ്കുവയ്ക്കണം എന്നാണ്. അതേപോലെ ഏകാദശി ദിവസം വ്രതമെടുക്കുന്നവർ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വീടുകളിൽ ചെന്നിട്ട് ഗൃഹസന്ദർശനം നടത്തുക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങിയവ കഴിയുന്നതും ചെയ്യരുത്. ഭക്ഷണം കഴിക്കരുത് ഒരു കാരണവശാലും. ഇനി അവിടെയാണ് വ്രതം ചെയ്യുന്നതെന്ന് വെച്ചാലും ചെയ്യരുത്. ഈവൻ പഴമാണെങ്കിൽ പോലും കഴിക്കരുത്. അവനവൻ്റെ വീട്ടിൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് ശാസ്ത്രം പറഞ്ഞു. ഏകാദശിയുടെ പിറ്റേ ദിവസം രാവിലെ ആചാര്യന്മാർക്ക് ദക്ഷിണ ചെയ്തിട്ട്, അത് ആർക്കാച്ച നിങ്ങൾ ആദരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ആൾ ആരാച്ച അവർക്കൊരു ദക്ഷിണ ചെയ്ത് സമസ്താപരാധം പൊറുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ദക്ഷിണ ചെയ്യണം. അതേപോലെ ഭഗവാന് എല്ലാ ജീവജാലങ്ങളിലും കണ്ട് ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അതേപോലെ പശുക്കൾക്ക്, നായ്ക്കൾക്ക്, എന്താ ജീവജാലങ്ങളാ വെച്ചാൽ അവർക്കൊക്കെ നമ്മളാലാവണ മാതിരി ഭക്ഷണം കൊടുത്ത്, അതേപോലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, സെർവ് ചെയ്യണ സ്ഥാപനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ദാനം കൊടുക്കുക. ഇതൊക്കെ വളരെ വിശേഷമാണ് കാമിക ഏകാദശി ദിവസം.
അതേമാതിരി കാമികാവ്രതം കഴിഞ്ഞിട്ട് ആ പാരണ വീട്ടുമ്പോൾ നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയേണ്ടത് മന്ത്രമായിട്ടുമുണ്ട്, എന്നാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പുണ്ടരീകാക്ഷനായിട്ടുള്ള ഗുരുവായൂരപ്പ, താമരക്കണ്ണ, ഞാനിതാ ഭക്ഷണം കഴിക്കാൻ പോവാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം കഴിക്കാൻ. പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ എന്താ പറയുക, ജലവും പുഷ്പങ്ങളും സമർപ്പിച്ച് ഓം നമോ നാരായണായ എന്ന് 3 പ്രാവശ്യം ജപിച്ചിട്ട് വേണത്രേ നമ്മൾ ആ തുളസിയിട്ട വെള്ളം കുടിക്കാൻ. അത് ഭഗവാനും ആ തുളസിയിട്ട വെള്ളത്തിനെ ഭഗവാന് സമർപ്പിച്ച് അതിനെയും പ്രസാദമാക്കിയിട്ടേ നമ്മൾ കഴിക്കാവൂ. 12 ദിവസം ഒരു നേരം ഭക്ഷണം കഴിക്കാമെന്നാണ്. ഏകാദശിക്ക് പൂർണ്ണോപവാസവും പകലും രാത്രി ഉറങ്ങാണ്ടിരിക്കും. 12 ദിവസം പാരണ വീട്ടിയതിന് ശേഷം ഒരു നേരം ഭക്ഷണം കഴിക്കാം. ഇതായിരുന്നു പഴയ കാലത്തെ പൂർണ്ണമായിട്ടുള്ള ചിട്ട. അതേമാതിരി ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പാരണ സമയത്ത് തന്നെ എന്താ പറയുക, ഭക്ഷണം കഴിച്ച് ആ പാരണ വീട്ടി ഉടനെ ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും ജലം കുടിച്ച് ആ ഉപവാസം അവസാനിപ്പിച്ച് വ്രതം മുറിച്ചിട്ട് പിന്നെ സൗകര്യം പോലെ ഭക്ഷണം കഴിച്ചാലും മതിയെന്നാണ്. ഈ വിധത്തിലൊക്കെ കാമിക ഏകാദശി നോറ്റാൽ ആത്മശുദ്ധി ഉണ്ടാവും, മോക്ഷം ഉറപ്പാണ്. ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കും, ഒരു സംശയവും വേണ്ട. ജീവിതത്തിലെ സകല തടസ്സങ്ങൾ മാറിക്കിട്ടും. ചെയ്തു പോയിട്ടുള്ള സകല ദുഷ്പ്രവർത്തികൾക്കും ദുഷ്കർമ്മങ്ങൾക്കും ഈ ജന്മം പൂർവ്വജന്മം എന്തോ ആയിക്കോട്ടെ അതിനൊക്കെയുള്ള പ്രായച്ചിത്തം കൂടിയാണ്. സർവോപരി അഭീഷ്ടസിദ്ധി ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. കാമിക ഏകാദശി ദിവസം വാസ്തവത്തിൽ നമ്മുടെ കടന്നു വന്ന ജീവിതത്തിനെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുക, ചെയ്തു പോയ തെറ്റുകളെ ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് ആ തെറ്റുകൾക്ക് വേണ്ട പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണ പോലെ ഭഗവാനെ സേവിച്ച് അതിൻ്റെ ദുഷ്ഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. ഭഗവാന്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും പാത്രമായി തീരുക എന്നുള്ളതിനാണ് കാമിക ഏകാദശി നമ്മൾ ആചരിക്കേണ്ടത്. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പൊതുവിൽ കാമിക ഏകാദശിക്ക് മാത്രമല്ല ഏത് ഏകാദശിക്കോ അങ്ങനെ തന്നെയാണ്. ഞാനൊന്ന് ക്വിക്കായിട്ടൊന്ന് പറയാം. ഒന്ന്, ഒരു തരത്തിലുള്ള ധാന്യവും കഴിക്കരുത്. അത് ചോളോ ഗോതമ്പോ ബാർലിയോ മില്ലറ്റോ എന്താ കോറ കമ്പ് എന്നൊക്കെ പറയും, അതിനൊന്നും ഇതിൽ പെടുത്തരുത്. അരി മാത്രമല്ല, ഇതൊന്നും കഴിക്കരുതെന്നാണ് ഒരു ധാന്യവും. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, അത് കടലയാവാം, വെള്ളക്കടലയാവാം, കറുത്ത കടലയാവാം, വെള്ളപ്പയറാവാം, എന്തും പട്ടാണിയാവാം, ചെറുപയറാവാം, എന്തോ ആയിക്കോട്ടെ കഴിക്കരുതെന്ന്. ഉള്ളി കഴിക്കരുത്, വെള്ളുള്ളി കഴിക്കരുത്, വഴുതനങ്ങ കഴിക്കാൻ പാടില്ല, കായം ഉപയോഗിക്കരുത്. കാരണം കായം ശരിക്ക് ഉള്ളിയുടെ ഫ്ലേവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ഉപയോഗിക്കാത്ത ആൾക്കാർ നോർത്ത് ഇന്ത്യയിൽ കണ്ടെത്തിയതാണ്. ഒരു മരത്തിൻ്റെ കറയാണ് ഈ ഹിങ് അഥവാ അസഫോറ്റിഡ എന്നൊക്കെ നമ്മൾ പറയും കായം. ഉള്ളി ഭക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക, വ്രതാദികൾക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളോ അല്ലാതെ തന്നെ ഈ ഉള്ളി കഴിക്കാത്ത സമൂഹങ്ങളുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു ഫ്ലേവർഫുൾ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്ക് ഫുഡ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കായം കണ്ടുപിടിച്ചാൽ തന്നെ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത്, കൂണ് മഷ്റൂംസ് കഴിക്കരുത്, മദ്യാദികൾ ബിയർ അങ്ങനത്തെ മറ്റ് ആൽക്കഹോളിക് സംഭവങ്ങൾ ഇതൊന്നും വൈൻ ഇതൊന്നും കഴിക്കരുത്. നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഒന്നും കഴിക്കരുത്. പ്രത്യേകിച്ച് ചായയും കാപ്പിയും കുടിക്കരുത്. ചായയും കാപ്പിയൊക്കെ സ്റ്റിമുലൻറ്റുകളിൽ പെട്ടതാണ്, കുടിക്കരുത്. പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കരുത്. വെണ്ണ, അതുമാതിരി എന്താ പറയുക, തൈര്, മോര് ഇതൊന്നും കഴിക്കരുത്. ഫെർമെൻറ്റ് ചെയ്തതൊന്നും പാടില്ല എന്നാണ്. അതേമാതിരി തന്നെ ഈ ടിന്നിൽ വരുന്ന തരം ഭക്ഷണങ്ങൾ, പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ. ഇപ്പോൾ എനിക്കറിയണ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു ഭക്തിയുടെ ഒരു പ്രയോക്താവുണ്ട്. ഏകാദശിക്ക് ഇവിടെയല്ല, പുറത്ത് വേറൊരു സ്ഥലത്താണ് ഉള്ളത്. ഏകാദശിക്ക് നൂഡിൽസ് കഴിക്കും. അന്നാഹാരമല്ലല്ലോ എന്ന് പറയും ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലെയാണ്. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് പഴങ്ങൾ കഴിക്കാം, നട്ട്സ് കഴിക്കാം. അത് മറ്റേ ആൽമണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക വാൾനട്ടോ അല്ലെങ്കിൽ കശുവണ്ടിയോ എന്താ വെച്ചാൽ നട്ട്സ് കഴിക്കാം. പാല് കുടിക്കാം.
പിന്നെ കിഴങ്ങുകൾ കഴിക്കാം, കിഴങ്ങുകൾ. അതേപോലെ ഈ ചൊവ്വരി കൊണ്ടൊക്കെ, സാബുദാന എന്നൊക്കെ പറയും, അതുകൊണ്ടൊക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണെങ്കിലും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരും. എന്ത് മാറ്റം വന്നാലും യഥാർത്ഥ ഏകാദശി നിർജ്ജലമായിട്ടുള്ള ഏകാദശിയാണ്. ഭക്ഷണ കാര്യത്തിൽ അതാണ് സ്വീകരിക്കേണ്ടത്. രാത്രി ഉറക്കം പാടില്ല, പിറ്റേ ദിവസം ഒരിക്കലും ഊണാണ്. ഈ വിധത്തിലാണ് അത് പാരണ വീട്ടിയതിന് ശേഷം. ഈ കാമിക ഏകാദശിയുടെ പുറകിലൊരു കഥ പറയുന്നുണ്ട്. അത് വളരെ ചെറിയൊരു കഥയാണ്. ഒരു കാലത്ത് ഒരു വ്യക്തി, ഭയങ്കര കരുത്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ശരീരശക്തി വളരെ അധികമായിരുന്നു. അത്ര തന്നെ അയാൾക്ക് ദേഷ്യവും ആക്രമണ സ്വഭാവവും ഉണ്ടായിരുന്നു. ഈ ശക്തിയുള്ളവൻ ആക്രമണ സ്വഭാവവും ദേഷ്യവും കൂടെ മുൻചുണ്ടിയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയണ്ട. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ഒരാളെ വഴിയിൽ വെച്ച് കണ്ടു. ആ വ്യക്തിയെ ആയിട്ട് എന്തോ ഒരു കാര്യത്തിൽ ഇയാൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ബ്രഹ്മജ്ഞാനി അയാൾ കൊന്നു. അതോടുകൂടി അയാളെ ബ്രഹ്മഹത്യാഭാവം പിടികൂടിയതാണ്. അത് എങ്ങനെ മാറ്റണം എന്നറിയാതെ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് നടക്കുന്ന കാലത്ത് ഒരു മഹർഷിയെ കണ്ടു. അപ്പോൾ ആ മഹർഷിയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് എനിക്ക് മാറ്റാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹർഷി ഈ വ്യക്തിയോട് പറഞ്ഞത്രേ, നീ കാമിക ഏകാദശി നോൽക്ക്, നാരായണനെ ഭജിക്ക്, തീർച്ചയായിട്ടും നീ ഈ മഹാഭാവത്തിൽ നിന്ന് രക്ഷപ്പെടും പറഞ്ഞു. അദ്ദേഹം, ആ വ്യക്തി കാമിക ഏകാദശി നോറ്റ് ശ്രീധരനാകണ ഗുരുവായൂരപ്പനെ പൂജിച്ച് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ച് ഭഗവാനെ ആരാധിച്ചു. അതോടുകൂടി ആ മഹാപാപത്തിൽ നിന്ന് അദ്ദേഹം മോചിതനായി എന്നാണ് പറയണത്. പിന്നെ ഏത് മന്ത്രങ്ങളൊക്കെയാണ് ചെല്ലേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ചോദിച്ചു. സ്തോത്രങ്ങളൊക്കെ കാമിക ഏകാദശി ദിവസം വിശേഷമായിട്ട് ചെല്ലാവുന്ന മന്ത്രം ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം തന്നെയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള 12 അക്ഷരമുള്ള മന്ത്രവും ചെല്ലാം. ചില ആൾക്കാർ ഓം നമോ ഭഗവതേ വാസുദേവായ നാമാന്ന് ചെല്ലും. അത് തെറ്റാണ്. ആ നാമ എന്നുള്ള വാലിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ഒരു നാമ മുന്നിൽ വന്നു കഴിഞ്ഞു. 12 അക്ഷരമുള്ള ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം അത് ചെല്ലാം. സ്തോത്രങ്ങളിൽ വിഷ്ണു ഭുജംഗപ്രയാതം ചെല്ലുന്നത് വളരെ വിശേഷമാണ്. വിഷ്ണു സഹസ്രനാമം പറയാനുമില്ല. അതുകൊണ്ട് അത്രയും വിശേഷമാണ് വിഷ്ണു സഹസ്രനാമം. എത്ര പ്രാവശ്യം ചെല്ലാൻ പറ്റുമോ ഒരു ദിവസം അത്രയും പവറാണ്. അതേപോലെ ഭാഗവതം വായിക്കുക, ഗീത വായിക്കുക, നാരായണീയം വായിക്കുക, ഇതൊക്കെ വിശേഷമായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലി തന്നെ വേണമെങ്കിൽ പൂജ കഴിക്കണമെങ്കിൽ ഭഗവാന് പൂജയും ചെയ്യാവുന്നതാണ്. പൂജ ചെയ്യുമ്പോൾ തുളസി എന്തായാലും വേണം. അത് ഇപ്പോൾ ശാലഗ്രാമമൊക്കെ വീട്ടിലുള്ള ആൾക്കാർ ശാലഗ്രാമത്തിന് അഭിഷേകം ചെയ്യും വേണം. അങ്ങനെ തന്നെ വേണം ആരാധിക്കാൻ. അതിൽ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഓരോ നാമം എടുത്തിട്ട് ഓം തുടങ്ങി ചതുർത്ഥന്തായിട്ടെന്ന് പറയും. അപ്പോൾ ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ എന്നുള്ളത് നാമമായിട്ട് പിരിക്കുമ്പോൾ ഓം വിശ്വസ്മൈ നമ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ മന്ത്രം വരും. ഓം വിഷ്ണവേ നമ എന്ന് രണ്ടാമത്തെ മന്ത്രം വരും. അങ്ങനെ അർച്ചിക്കണം എന്നാ പറയുക. കാമിക ഏകാദശി ദിവസം മഹാലക്ഷ്മിയും തുളസീദേവിയും രണ്ടുപേരെയും ആരാധിക്കണം. ഇടതടവില്ലാണ്ട് ഭഗവാന്റെ നാമം ജപിക്കുക. ഒന്നും അറിയില്ലെങ്കിൽ നാരായണനാമോ കൃഷ്ണകൃഷ്ണാന്നോ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുമാതിരി ഹോമമൊക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഭഗവാന് വേണ്ടിയിട്ടൊരു ചെറിയ ഹോമമൊക്കെ ചെയ്യാം. വളരെ വിശേഷമാണ്. ഇതൊക്കെ ഒരുപാട് പുണ്യത്തെ തരും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നല്ല ആരോഗ്യം, സമൃദ്ധി, സമ്പത്ത്, സത്യസന്ധതയോടുകൂടിയുള്ളൊരു ജീവിതം, മനസാക്ഷിക്കുത്തില്ലാണ്ട് തെളിഞ്ഞ മനസ്സോടു കൂടിയിട്ട് ജീവിക്കാൻ സാധിക്കുക, ആധ്യാത്മികമായിട്ടുള്ള വളർച്ച, സന്തുഷ്ടിയുള്ള ഒരു കുടുംബാന്തരീക്ഷം, സംതൃപ്തി ഉള്ളതുകൊണ്ടുള്ള സംതൃപ്തി, ആവശ്യത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങൾ, മനസ്സന്തോഷം, ഭഗവാന്റെ കൃപ, രക്ഷ എല്ലാം ഈ കാമിക ഏകാദശി കൊണ്ട് കിട്ടും. പിന്നെ ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിക്കണം. എന്താണെന്ന് വെച്ചാൽ കാമിക ഏകാദശി ദിവസം ദാനം ചെയ്യാൻ വളരെ വിശേഷമാണ്. അന്നത്തെ ദാനം കോടിക്കോടി പുണ്യമാണ്. എന്തൊക്കെ ദാനം ചെയ്യാമെന്ന് ചോദിച്ചാൽ അരി കൊടുക്കാം. കഴിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഏത് ധാന്യം വേണമെങ്കിലും ദാനം ചെയ്യാം.
അരിയോ ഗോതമ്പോ പയറോ എന്താ വെച്ചാൽ ദാനം കൊടുക്കാം. അതേപോലെ പഴങ്ങളും പച്ചക്കറികളും ദാനം കൊടുക്കാം. കഴിക്കാനുള്ളതൊക്കെ ദാനം കൊടുക്കാം. ഓൾറെഡി പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണം ഉച്ചയ്ക്ക് വിതരണം ചെയ്യാം. സാധുക്കൾക്ക് അന്നദാനമായിട്ട് പൊതിച്ചോറായിട്ട് കൊടുക്കാം. വളരെ വിശേഷമാണ് കാമിക ഏകാദശി ദിവസം. ഈ പ്രഭാഷണം കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ദാനം ചെയ്യണമെങ്കിൽ അതൊക്കെ കമൻ്റായിട്ടോ ഒക്കെ എഴുതി അറിയിക്കൂ. എപ്പോഴെങ്കിലുമൊക്കെ വായിക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമാണ്. ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ദാനം ചെയ്യണമെന്ന് കരുതിയിട്ട് പറ്റണത്ര ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക. അതേമാതിരി വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. പ്രത്യേകിച്ച് വളരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വസ്ത്രം കൊടുക്കുന്നത് വളരെ വിശേഷമാണ്. തണുപ്പ് കാലത്ത് ചൂടുണ്ടാക്കുന്ന വസ്ത്രങ്ങളും ചൂട് കാലത്ത് ഇടാൻ സുഖകരമായിട്ടുള്ള വസ്ത്രങ്ങളുമാണ് കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്ത ഏറ്റവും പിന്നി പറഞ്ഞ് ഒന്നിനും കൊള്ളാതെ മറ്റേ എണ്ണയും കരിയും തുടയ്ക്കാൻ പറ്റുന്ന പാകത്തിലായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുക്കരുത്. അത് ശനിദോഷം വർദ്ധിപ്പിക്കുകയുള്ളൂ. കമ്പിളികൾ കൊടുക്കാം, ഷോളുകൾ, മുണ്ടുകൾ, സാരി എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതൊക്കെ കൊടുക്കാം. അത് കാലാവസ്ഥ അറിഞ്ഞു കൊടുക്കണം എന്നാണ്. അതേമാതിരി ക്ഷേത്രങ്ങൾ, സന്നദ്ധ സംഘടനകൾ, അവർക്കൊക്കെ അതിലേക്കൊക്കെ സംഭാവനകൾ കൊടുക്കാം. അന്നദാനത്തിന് കൊടുക്കാം. അതുപോലെ നേരിട്ടും കൊടുക്കാം. ഇപ്പോൾ ചില വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടാവും. വൈദ്യ സഹായമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലേ, അങ്ങനെ പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുക, അനാഥാശ്രമങ്ങളിലുള്ള പെൺകുട്ടികളുടെ കല്യാണം നടത്താനോ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കാനോ ഒക്കെ സഹായിക്കുക. ആൺകുട്ടികൾക്കാണെങ്കിലും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ആ ദിവസം ചെയ്യാവുന്നതാണ്. അതേപോലെ മറ്റ് വ്യക്തികൾക്ക് ആധ്യാത്മിക പുസ്തകങ്ങൾ, മനുഷ്യനെ വഴിതെറ്റിക്കാത്ത ആധ്യാത്മിക പുസ്തകങ്ങൾ ഞാൻ പ്രത്യേകം പറയണം. ഈ ഞങ്ങൾ പറയുന്നത് മാത്രം ശരി എന്ന് പറയുന്ന തരത്തിലുള്ള മറ്റുള്ള ദേവതാസങ്കല്പങ്ങളെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ധർമ്മങ്ങളെ മോശമായിട്ട് പറയുന്ന പുസ്തകങ്ങളെ അല്ല യഥാർത്ഥ ആധ്യാത്മിക പുസ്തകങ്ങളെന്ന് പറയണം. ഭാഗവതം, നാരായണീയം, രാമായണം, ഹരിവംശം അല്ലെങ്കിൽ ഗീത, അങ്ങനത്തെ പുസ്തകങ്ങളിൽ കലർപ്പില്ലാത്ത വ്യാഖ്യാനങ്ങളുള്ള പുസ്തകങ്ങൾ, മനുഷ്യനെ ബ്രെയിൻ വാഷ് ചെയ്യണ മാതിരി വഴിതെറ്റിച്ച് പറയുന്ന തരം പുസ്തകങ്ങളല്ല. ആ പുസ്തകങ്ങളെ കൊടുക്കുക. അതേപോലെ അതൊക്കെ ദാനം ചെയ്യാം. അതുമാതിരി ചന്ദനത്തിരി ക്ഷേത്രങ്ങളിലേക്ക് ദാനം ചെയ്യാം, കൊടുക്കാം ഭഗവാന്. അതുപോലെ നെയ്വിളക്കുകൾ അല്ലെങ്കിൽ പുതിയ വിളക്ക് സമർപ്പിക്കാൻ നെയ്യും തിരിയൊക്കെ ഇട്ട് പുതിയതായിട്ട് കത്തിച്ച് ഭഗവാന് സമർപ്പിക്കാനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ നിരാലംബരായും നിരാശ്രയരുമായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ വൃദ്ധസദനങ്ങൾ, അനാഥാശ്രമങ്ങൾ, അതേപോലെ തന്നെ ഈ അലഞ്ഞു നടക്കുന്ന എന്താ പറയുക പശുക്കൾ, നായ്ക്കൾ തുടങ്ങിയവരെയൊക്കെ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന രോഗാതുരരായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ, അവർക്കുമൊക്കെ ദാനം കൊടുക്കാൻ വളരെ വിശേഷമാണ്. സ്കൂളുകൾ കെട്ടുക, ഹോസ്പിറ്റലുകൾ കെട്ടുക, വൃദ്ധസദനങ്ങൾ പണിയുക, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, സമൂഹത്തിന് ഉപകാരം ചെയ്യണ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഭാഗഭാക്കാവുക, അതൊക്കെ കാമിക ഏകാദശി ദിവസം ചെയ്യണത് വളരെ വിശേഷമാണ്. ഗോശാലകൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേത് മൃഗസംരക്ഷണ പദ്ധതികൾക്കും കൊടുക്കുന്നത് നല്ലതാണ്. അവറ്റകൾക്കുള്ള തീറ്റ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെയൊക്കെ അനവധി ദാനങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെയാണ് പൊതുവായിട്ട് കാമിക ഏകാദശിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഏകാദശി ദിവസത്തെ ഭക്ഷണത്തെക്കുറിച്ചും ഏകാദശിയെക്കുറിച്ചുള്ള ഈ അനവധി പലതരം സംശയങ്ങളെക്കുറിച്ചുമൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ വൈകാണ്ട് ഒരു ഓഡിയോയോ വീഡിയോയോ ആയിട്ടോ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം മറ്റന്നാളാണ് കാമിക ഏകാദശി. അത് നോൽക്കുന്നവർക്ക് എൻ്റെ ഈ എളിയ വിവരണം ഉപകാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കണു. എല്ലാവരെയും ഗുരുവായൂരപ്പൻ വ്രതപൂർത്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര.